മുൻപില്ലാത്ത വിധം അമിത മുസ്ലിം പ്രീണനത്തെ ചൊല്ലിയും ജില്ലാ സമ്മേളനങ്ങളിൽ CPM നേതൃത്വത്തിന് നേരെ വിമർശനമുയരുന്നു. വയനാടിന് സമാനമായി മറ്റ് ജില്ലകളിലും വിമർശനമുയരുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ മുസ്ലിം പ്രീണനം തുടരേണ്ടതിന്റെ ആവശ്യകതയാകും സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുക. വയനാട് ജില്ലാ സമ്മേളനത്തിലാണ് ഏറ്റവും പുതിയതായി CPMന്റെ അമിത മുസ്ലിം പ്രീണന നയത്തിൽ വിമർശനമുയർന്നത്. പ്രീണനം ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തിരിച്ചടി നൽകിയെന്നാണ് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയത്. മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഭൂരിപക്ഷ സമുദായങ്ങളെയും അകറ്റാനും വോട്ട് കുറയാനും ഇടയാക്കിയത് നേതൃത്വത്തിനെതിരെ ചർച്ചകളിൽ എതിർപക്ഷം ആയുധമാക്കി. പൗരത്വ നിയമ ഭേദഗതി, പലസ്തീൻ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രചാരണം നടത്തി മുസ്ലിം സമുദായത്തിലെ തീവ്ര നിലപാടുകാരുടെ വോട്ട് സ്വന്തമാക്കാനുള്ള നീക്കമാണ് CPMന് തിരിച്ചടിയായത്. ലീഗിനെയും സംസ്ഥയും ചേർത്ത് നിർത്താനുള്ള പരിശ്രമങ്ങൾ പാളിയതുണ്ടാക്കിയ നാണക്കേടും സമ്മേളനങ്ങളിൽ സജീവ ചർച്ചയാകുന്നുണ്ട്. സമാനമായ വിമർശനങ്ങൾ വരുന്ന സമ്മേളനങ്ങളിലും ആവർത്തിക്കുമെന്ന് തന്നെയാണ് നേതൃത്വം വിലയിരുത്തുന്നത്. അതിനാൽ തന്നെ മുസ്ലിം പ്രീണന നയത്തിന്റെ ആവശ്യകത വിശദീകരിച്ച് ചർച്ചകളെ പ്രതിരോധിക്കാനാണ് നീക്കം. നേരത്തെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം വിഭാഗം നൽകിയ പിന്തുണയും വോട്ടുമാണ് നേതൃത്വത്തിന്റെ പ്രധാന ആയുധം. മുസ്ലിം വോട്ട് ബാങ്ക് പിളർത്താനായത് ഇടതുപക്ഷം ദുർബലമായ സ്ഥലങ്ങളിൽ അപ്രതീക്ഷിത മുന്നേറ്റമുണ്ടാക്കിയതും ഓർമ്മപ്പെടുത്തും. CPM തുടങ്ങിവെച്ച ചർച്ചകളിൽ തട്ടി സമസ്ത ലീഗ് തർക്കവും രൂക്ഷമായിട്ടുണ്ട്. ഒപ്പം അടവ് നയത്തിന്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമി SDPI രഹസ്യബാന്ധവവും സാധ്യമാകും. വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇതെല്ലാം ഗുണം ചെയ്യുമെന്നുള്ള അവകാശവാദമായിരിക്കും നേതൃത്വം മുന്നോട്ട് വയ്ക്കുക. ജനം, തിരുവനന്തപുരം.